ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. തേൻ മിഠായിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് കടയിൽ നിന്നും വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നൊസ്റ്റാൾജിക് സ്വീറ്റായ തേൻ മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി റൈസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്യാം. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ മുഴുവനായിട്ട് എടുക്കണമെന്നില്ല, അതിനേക്കാളും ഒരല്പം കുറച്ചെടുത്താലും മതിയാവും. ഇനി ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതായത് കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. മാവ് ലൂസാവാൻ പാടില്ല. ഇനി ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. കടയിലൊക്കെ അവർ ഫുഡ് കളർ ചേർക്കാറുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളർ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലാത്തത് കൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ പോർഷൻ മാവെടുത്ത് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് മാവെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു പിഞ്ച് ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ ഞാൻ ഈ വീഡിയോയിൽ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടും ചെയ്യാതെയും തേൻ മിഠായി റെഡിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് തേൻ മിഠായി ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര പാനി ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സിറപ്പ് ചെറുതായിട്ടൊന്ന് തിക്കായാൽ മതി. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന ആ ഒരു സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തേൻ മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണയൊന്ന് ചൂടായതും ഒരു 1/2 ടീസ്പൂൺ മാവ് വെച്ച് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായി കിട്ടില്ല. ഇനി ഇതിലൊരു ടിപ്പും കൂടിയുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും മാവ് എണ്ണയിലോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് ഈ സ്പൂണ് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മാവെടുത്ത് എണ്ണയിലോട്ട് ഇടുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാവ് സ്പൂണിൽ നിന്നും വിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഈ മാവ് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ സ്പൂണിലോട്ട് ഒട്ടിപ്പിടിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ബോൾ ഷേപ്പ് കിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള മാവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മിഠായിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചേർക്കുമ്പോൾ ഷുഗർ സിറപ്പിന് ചെറുതായിട്ടൊരു ചൂട് വേണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചൂടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഈ ഷുഗർ സിറപ്പ് ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം മിഠായി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിഠായി നമ്മൾ ഒരു 15-20 മിനിറ്റ് വരെ ഷുഗർ സിറപ്പിൽ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ ഈ മിഠായിലോട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഷുഗർ സിറപ്പൊക്കെ മിഠായിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മിഠായി നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഉണ്ട്. ഫുഡ് കളർ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള മിഠായിയും ഈ ഷുഗർ സിറപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം ആദ്യത്തെ പോലെ തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മൾ കടയിലൊന്നും പോവാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക്
മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ.